ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യ മനസ്സിൻ്റെ വെറും തോന്നൽ മാത്രമാണ്. എൻ്റെ വാക്കുകളല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്തിനായിരിക്കും ഇങ്ങനൊരു വാചകം പറഞ്ഞത്? എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത ബ്ലോക്ക് യൂണിവേഴ്സ് കോൺസെപ്റ്റ്? വളരെ സിമ്പിളായി സാധാരണക്കാരൻ്റെ ഭാഷയിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണത്. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഞാനൊരു സിനേറിയോ പറയാം. ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ, അതായത് ജോർജ് കുട്ടിയുടെ കയ്യിൽ ദൃശ്യം സിനിമയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റീൽ അടങ്ങിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫിലിം നിങ്ങളുടെ കയ്യിലുണ്ട്. ഫിലിം ഉപയോഗിച്ചിട്ടല്ല, അത് ഡിജിറ്റൽ സിനിമയാണ്. പക്ഷേ നിങ്ങളങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ ഉണ്ട്, നിങ്ങൾ ജോർജ് കുട്ടിയാണ്, നിങ്ങളുടെ കയ്യിൽ ദൃശ്യം സിനിമയുടെ മുഴുവൻ റീലുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതൊന്ന് മറിച്ച് നോക്കി അതിൻ്റെ ക്ലൈമാക്സ് വരെ മനസ്സിലാക്കാം. ആ സിനിമയുടെ ഇപ്പോഴത്തെ പോയിന്റിൽ നിങ്ങളെ ക്രൂരമായി സഹദേവൻ എന്ന പോലീസ് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളാണ്. തൻ്റെ ഭാവി, തൻ്റെ മക്കളുടെ ഭാവിയൊക്കെ എന്താകുമെന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആകുലതകളുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ റീലൊന്ന് തുറന്നു നോക്കിയാൽ മതി. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുന്നില്ലെന്ന് മാത്രം. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി എന്താണെന്ന് മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് സ്പേസ് മാത്രമല്ല ഇവിടെ ഡയമെൻഷൻസ് ആയിട്ടുള്ളത്. ഐൻസ്റ്റീനും മുമ്പ്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറികൾക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം 3 ഡയമെൻഷൻസ് മാത്രമാണ്. അത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. നമുക്ക് നേരെ മുൻപോട്ട് പോകാം, നേരെ പിന്നിലേക്ക് പോകാം, അതൊരു ഡയമെൻഷൻ. നമുക്ക് വശങ്ങളിലേക്ക് പോകാം, ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ പോകാം, അത് രണ്ടാമത്തെ ഡയമെൻഷൻ. മറ്റൊന്ന്, നമുക്ക് മുകളിലേക്ക് പോകാം, വേണമെങ്കിൽ താഴേക്കും പോകാം, അത് മൂന്നാമത്തെ ഡയമെൻഷൻ. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വരവോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറിയുടെ വരവോടുകൂടി ഇത് മാത്രമല്ല ഡയമെൻഷൻ, ഇതിന് പുറമെ നാലാമതായി മറ്റൊരു ഡയമെൻഷൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് സമയം. ഈ സമയത്തെയും അതുപോലെ സ്പേസിനെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ടാക്കി. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സ്പേസും ടൈമും പരസ്പരം കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ്. സ്പേസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാമല്ലോ. ഇപ്പം ഞാൻ സ്പേസിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ പോകാം. രണ്ട് വശങ്ങളിലേക്കും കോടാനുകോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കാം. മുകളിലേക്കും താഴേക്കും നമുക്ക് കോടാനുകോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിക്കാം. ഭൂമിയിലാണ് ശരിക്കും മുകൾ താഴെ എന്നൊക്കെ ഉള്ളത്. പ്രപഞ്ചത്തിൽ മുകളും താഴെയും ഇല്ല. കാരണം ഗ്രാവിറ്റി കാരണം നമുക്ക് തോന്നുന്നതാണ് മുകൾ താഴെ. പക്ഷേ എന്നാലും ഒരു വശമുണ്ട്. നമ്മുടെ തല നിൽക്കുന്ന ആ ഒരു ഭാഗവും നമ്മുടെ കാല് നിൽക്കുന്ന ആ ഒരു ഭാഗവും വരുന്ന ഒരു ഡയമെൻഷനുണ്ട്. ആ ഡയമെൻഷനിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും നമുക്ക് കോടാനുകോടി പ്രകാശവർഷങ്ങൾ യാത്ര ചെയ്യാം. അതുപോലെ മുൻപിലേക്കും പിന്നിലേക്കും സഞ്ചരിച്ചാലും കോടാനുകോടി പ്രകാശവർഷങ്ങൾ നമുക്ക് യാത്ര ചെയ്യാം. എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് നിൽക്കുന്നത്. എനിക്ക് ഈ കോടാനുകോടി പ്രകാശവർഷം അകലെയുള്ള സ്പേസ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ആ സ്പേസ് ഒന്നും അവിടെ ഇല്ലെന്നല്ല. ആ സ്പേസൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ പരിമിതി കാരണം എനിക്കത് അറിയാൻ സാധിക്കുന്നില്ലെന്ന് മാത്രം. സ്പേസിന് ഇത് ബാധകമാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഡയമെൻഷനായിട്ടുള്ള ടൈമിലും ഇത് ബാധകമാണ്. നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റ് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ. ടൈമിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് പാസ്റ്റിൽ നിന്ന് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 4 മണിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 5 മണിയാണ്. 1 മണിക്കൂർ മുൻപ് അത് 3 മണിയായിരുന്നു. ടൈമിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനൊരു ഫ്ലോ ഇല്ല. എല്ലാ സമയങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഒരേപോലെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സമയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ 3 മണി 4 മണി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 3 മണി 4 മണി എന്നുള്ള ഒരു കണക്കൊന്നുമില്ല. ആ കണക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതൊരു ടൈം ഡയമെൻഷനുണ്ട്.
ആ ടൈം ഡയമെൻഷനാണ് എല്ലാം ഒരേ സമയത്ത് ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ജനിക്കുമ്പോഴുള്ള കാര്യങ്ങളും നമ്മൾ മരിക്കുമ്പോഴുള്ള കാര്യങ്ങളും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ബ്രയാൻ ഗ്രീൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ്, ഒരു എഴുത്തുകാരനാണ്, ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്ററാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ യൂണിവേഴ്സ് ബ്ലോക്ക് കോൺസെപ്റ്റിനെ വളരെ മനോഹരമായിട്ട് ഒരു അനാലജിയിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ അനാലജി അനുസരിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അതായത് പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെയുള്ള ആ കാലഘട്ടം, അതെല്ലാം വളരെ ഭീകരമായ വലിപ്പമുള്ള ഒരു ബ്രെഡ് പോലെയാണ്, ഒരു ലോഫ് ഓഫ് ബ്രെഡ്. ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന മുറിച്ച് സ്ലൈസുകളായിട്ടുള്ള ബ്രെഡല്ല, മുറിക്കാതെ തന്നെയുള്ള നീളത്തിൽ വളരെ ഭീകരമായിട്ടുള്ള വലിപ്പത്തിലുള്ള ഒരു ബ്രെഡ്. ആ ബ്രെഡിൻ്റെ അങ്ങേയറ്റമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം. അപ്പോൾ ബ്രെഡിൻ്റെ മറുഭാഗത്തുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒടുക്കമായിരിക്കാം, അല്ലെങ്കിൽ അത് ഒടുക്കമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ബ്രെഡ് എല്ലായ്പ്പോഴും നിലവിലുണ്ട്. ആ ബ്രെഡിൻ്റെ അങ്ങേയറ്റവും നമുക്ക് കാണാം, അതുപോലെ ഇങ്ങേയറ്റവും നമുക്ക് കാണാം. ബ്രെഡ് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബ്രെഡിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് എനിക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയണം, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഒരു വ്യക്തി ഇരിക്കുമ്പോഴുള്ള അയാളുടെ സമയവും ആ വ്യക്തി നടക്കുമ്പോഴുള്ള ആ വ്യക്തിയുടെ സമയവും വ്യത്യാസമാണ്. നടക്കുന്നത് വളരെ ചെറിയ സ്പീഡിലാണ് ആയതുകൊണ്ട് തന്നെ ആ വ്യത്യാസം വളരെ 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 നേർത്തതാണ്. എങ്കിൽ പോലും ഒരു വ്യക്തി ഒരു പാർക്കിലിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സമയവും ആ വ്യക്തിയുടെ മുൻപിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ സമയവും വളരെ വളരെ ചെറിയ വ്യത്യാസത്തിൽ ആണ് മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിയെക്കുറിച്ചും ജനറൽ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 വീഡിയോകളുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ആ മൊമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ഈ വലിയ ബ്രെഡിൽ ഒരു പിച്ചാത്തി കൊണ്ട് വെർട്ടിക്കലി, അതായത് നേരെ കുത്തനെ മുറിക്കുന്നത് പോലെയാണ്. എന്നാൽ അതുവഴി നടന്നു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് വെർട്ടിക്കലല്ല, അതിൽ ഒരല്പം ചരിവുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ ചരിവ് കൃത്യമായിട്ട് കാണില്ല. ഒരു മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം കാണാൻ സാധിക്കുന്ന വളരെ വളരെ നേർത്ത ഒരു ചരിവ് ആ വെട്ടിലുണ്ട്, അതായത് ആ ബ്രെഡിനെ മുറിക്കുന്ന ആ വെട്ടിലുണ്ട്. പക്ഷേ ഇവിടെ നിന്നും കോടാനുകോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള മറ്റൊരു ഗാലക്സി, ഉദാഹരണത്തിന് നമ്മുടെ ഗാലക്സിയുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയായ ആൻഡ്രോമിഡ ഗാലക്സി എടുക്കാം. 25 കോടി പ്രകാശവർഷം ദൂരമുണ്ട് നമ്മുടെ ഗാലക്സിയിൽ നിന്നും തൊട്ടടുത്തുള്ള ആൻഡ്രോമിഡ ഗാലക്സിയിലേക്ക്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് പ്രകാശം ഒരു വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ്. അപ്പോൾ 25 കോടി പ്രകാശവർഷം എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമായിട്ടുള്ളൊരു ദൂരമാണ്. ആ ദൂരത്തിൽ നിന്നുകൊണ്ട് ആ ആൻഡ്രോമിഡ ഗാലക്സിയിലെ ഏതോ ഒരു നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഏതോ ഒരു ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒരു ഏലിയൻ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ അടുത്തൂടെ നടന്നു പോകുന്ന വ്യക്തിയെയും നോക്കുകയാണ്. ഇരിക്കുന്ന വ്യക്തി അങ്ങനെ ഇരിക്കുന്നതായിട്ട് ആ ആൻഡ്രോമിഡ ഗാലക്സിയിലുള്ള ഏലിയൻ കാണുമ്പോൾ ആ ദിവസം ചൊവ്വാഴ്ചയാണെന്ന് കരുതുക. എന്നാൽ ഇതേ വ്യക്തിയുടെ തൊട്ട് മുൻപിലൂടെ ഒരു വ്യക്തി നടന്നു പോകുന്നു. അങ്ങനെയുള്ള നടന്നു പോകുന്ന വ്യക്തിയെ കാണുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, വ്യാഴാഴ്ച കഴിഞ്ഞു, പിന്നീട് വെള്ളിയാഴ്ച ദിവസം അവർ അവിടെ നിന്ന് നോക്കിയാൽ മാത്രമാണ് ഈ നടന്നു പോകുന്ന വ്യക്തിയെ കാണാൻ കഴിയുന്നത്. കാരണം അയാൾ നടക്കുന്നത് കാരണം അയാളുടെ സമയം അല്പം സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് നിരീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാനേ സാധിക്കില്ല. ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു, വേറൊരു വ്യക്തി അതുവഴി നടന്നു പോകുന്നു. പക്ഷേ അത്രയും അകലെയുള്ളൊരു വ്യക്തിക്ക് ഈ വ്യത്യാസം കാണാം. ഇത് നിങ്ങളുടെ തലച്ചോറിന് ദഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് ടൈം എന്ന ഡിമെൻഷനെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേ കാര്യം ഒരു സ്പേസ് ഡൊമെയിനിൽ നിന്നുകൊണ്ട് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലേസർ, ആ ലേസർ നിങ്ങൾ ഒരു വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനിന് നേരെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലേസറിൻ്റെ അറ്റം എന്ന് കരുതുക. എൻ്റെ ചൂണ്ടുവിരലാണ് ലേസറിൻ്റെ അറ്റം. അപ്പോൾ അത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരടി ദൂരമുണ്ട്, ഈ ലേസറും ഈ ഒരു സ്ക്രീനും തമ്മിൽ ഒരടി ദൂരം ഉണ്ടെന്ന് കരുതുക.
അപ്പം ഞാൻ വളരെ ചെറുതായിട്ട് ഈ ലേസർ മുകളിലേക്കൊന്ന് ചരിക്കുമ്പം ഈ സ്ക്രീനിൽ ഏതാനും സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഏതാനും മില്ലിമീറ്ററിൻ്റെ ഒരു വ്യത്യാസം മാത്രം, ഏതാണ്ട് മില്ലിമീറ്റർ മാത്രമായിരിക്കും ആ ലേസറിൻ്റെ പോയിൻ്റ് മുകളിലേക്ക് ഉയരുന്നത്. ഇത് ഒരടിയുടെ കേസാണ്. എന്നാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് ഈ ലേസർ അടിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ലേസറിന് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനൊരു ചെറിയ ചരിവ് സംഭവിക്കുമ്പോൾ തന്നെ അവിടെ വലിയൊരു ഷിഫ്റ്റായിരിക്കും സംഭവിക്കുക. ഒരുപക്ഷെ ആ മലയുടെ മുകളിലേക്കായിരിക്കും, ആ മലയിൽ ആ ലേസർ ബീം പോയി പതിക്കുന്നുണ്ടായിരിക്കില്ല, അതിനും മുകളിലേക്കായിരിക്കും അത് പോകുന്നത്. ദൂരം കൂടുന്നതനുസരിച്ച് സ്പേസിലുണ്ടാകുന്ന ഈ വ്യത്യാസം എന്ന് പറയുന്നത് അത് അതിഭീകരമാണ്. ഇത് സ്പേസിന് മാത്രമല്ല, മറ്റൊരു ഡയമെൻഷനായിട്ടുള്ള ടൈമിനും ബാധകമാണ്. ഈ പറഞ്ഞിരിക്കുന്ന മലയെന്ന് പറയുന്നത് ഏതാനും കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻഡ്രോമിഡ ഗാലക്സി അത് 25 കോടി പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഐൻസ്റ്റീൻ്റെ ബ്ലോക്ക് യൂണിവേഴ്സ് കോൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഒരു 4 ഡയമെൻഷൻ സ്പേസ് ടൈം വേം അല്ലെങ്കിൽ ഒരു 4 ഡയമെൻഷൻ സ്പേസ് ടൈം പുഴുവിനെ പോലെയാണ്. ആ പുഴുവിൻ്റെ ഒരറ്റം നിങ്ങളുടെ ജനനമാണെങ്കിൽ അതിൻ്റെ മറു അറ്റം നിങ്ങളുടെ മരണമാണ്, നിങ്ങളുടെ അവസാന നാളുകളാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ബാധകം, നമ്മുടെ ഈ ഭൂമിക്ക് തന്നെ ബാധകമാണ്. ഒരറ്റം ഭൂമിയുടെ തുടക്കമാണെങ്കിൽ മറുഅറ്റം ഭൂമിയുടെ ഒടുക്കമായിരിക്കും. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്ന് നമ്മുടെ ഭൂമിയെ നിരീക്ഷിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ്. അതിനേക്കാൾ വളരെ വളരെ അകലെയുള്ള മറ്റൊരു ഗാലക്സിയിൽ, കോടാനുകോടി പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയിൽ നിന്ന് നോക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഭൂമിയുടെ ജനനം മുതൽ അതിൻ്റെ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്തത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, തിരിച്ചറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മുടെ ഓർമ്മശക്തിയിൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഓർത്തെടുക്കാൻ മാത്രം സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോയിലൂടെ അതിനെ ചിത്രീകരിക്കാൻ സാധിക്കും. പക്ഷേ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? അതിൻ്റെ കാരണം നമ്മൾ 4 ഡയമെൻഷൻ വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 4 ഡയമെൻഷൻ വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 3 ഡയമെൻഷൻ സ്പേസിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ടൈമിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. ടൈം 4ാമത്തെ ഡയമെൻഷനാണ്. ടൈമിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ 5ാമത്തെ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ 5ാമത്തെ ഡയമെൻഷൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അത് നമ്മൾ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതായത് സമയത്തിൻ്റെ പിന്നിലേക്കും സമയത്തിൻ്റെ മുൻപിലേക്കും സഞ്ചരിക്കാൻ സാധിക്കില്ല. ആ മൊമെൻറ്റ് മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പേപ്പറിൽ താമസിക്കുന്ന ഒരു അട്ട. ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ ആ പേപ്പറിന് നീളമുണ്ട്, വീതിയുണ്ട്, അതിന് ഉയരമില്ല. ഉയരം വളരെ വളരെ തിന്നാണ്, അതുകൊണ്ട് അവിടെ ഉയരമില്ലെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു 2 ഡയമെൻഷൻ വേൾഡിൽ ജീവിക്കുന്ന ഒരു അട്ട, ഒരു 2 ഡയമെൻഷൻ പേപ്പറിലൂടെ സഞ്ചരിക്കുന്ന ഒരു അട്ട, ആ അട്ട മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. ആ അട്ടയ്ക്ക് കാണാൻ സാധിക്കുന്നത് മുൻവശം മാത്രമാണ്. അങ്ങനെ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന ആ അട്ടയുടെ തൊട്ട് മുൻപിലേക്ക് ഞാനൊരു കല്ലെടുത്ത് വയ്ക്കുന്നു. അങ്ങനെ കല്ലെടുത്ത് വയ്ക്കുമ്പോൾ ആ അട്ടയ്ക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ അട്ട തിരിച്ചറിയുന്നത് മുന്നിൽ പെട്ടെന്ന് ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എങ്ങും നിന്നുമല്ല. കാരണം അതിന് മുകളെന്ന് പറയുന്ന ഒരു ദിശയില്ല, മുകളത് അറിയുന്ന പോലുമില്ല. അങ്ങനെയുള്ള ആട്ടയുടെ മുമ്പിലേക്ക് കല്ലെടുത്ത് വെച്ചപ്പോൾ ആ കല്ല് എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിന് അനുഭവപ്പെട്ടത്. അതവിടെ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആ കല്ല് അപ്രത്യക്ഷപ്പെട്ടെന്ന് അതിന് തോന്നുന്നു. അത് യാഥാർത്ഥ്യമല്ല, നമ്മൾ കല്ലെടുത്ത് വെച്ചതാണ്. പക്ഷേ അങ്ങനെ കല്ലെടുത്ത് വെക്കുന്നത് ആ അട്ടയ്ക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ആ അട്ടയ്ക്ക് കാണാൻ കഴിയണമെങ്കിൽ 3 ഡയമെൻഷനിൽ നിന്ന് തന്നെ അത് നോക്കണം. ആ അട്ടയെപ്പോലെ തന്നെയാണ് നമ്മൾ. 4 ഡയമെൻഷൻ വേൾഡിൽ നിൽക്കുന്ന ഈ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ടൈമിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. 5 ഡയമെൻഷൻ, 5th ഡയമെൻഷനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഒരേപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനവധി ഡയമെൻഷൻസ് ഉണ്ട്. സ്ട്രിംഗ് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ 11 അല്ലെങ്കിൽ 10 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ്. സ്ട്രിംഗ് തിയറിയെക്കുറിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഇവിടെ കൂട്ടിച്ചേർത്തേക്കാം.
നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.